വൈകുന്നേരം ഇലയടയാക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ പുറത്ത് പോയിട്ട് ഇല പറിക്കാൻ നോക്കല. പക്ഷെ മുറിക്കുന്നതെല്ലാം കീറിപ്പോകുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പറിച്ചൊരു 3-4-5 ഇല സംഘടിപ്പിച്ചെടുത്തു. അപ്പോൾ ഇലയടയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരിപ്പൊടി കുറച്ച് ഉപ്പും വെള്ളമാക്കി നന്നായിട്ട് കുഴച്ച് വെച്ചു. അതിന് വേണ്ട തേങ്ങയും ചിരകി വെച്ച് അതോടുകൂടി മൂക്കുള്ള ഫുഡും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് റോബസ്റ്റ, അതിൻ്റെ അകത്ത് കുറച്ച് മുട്ടേൻ്റെ വെള്ള, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ഈത്തപ്പഴം, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചാൽ ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതൊരു ദോശ പോലെ ചുട്ടെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തിന്നുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇലയടയാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ പരത്തി അതിൻ്റെ അകത്ത് തേങ്ങയിട്ട് പഞ്ചസാര ഇട്ടിട്ട്, പഞ്ചസാരക്ക് പകരം വെള്ളം ഇടാം, പക്ഷെ എനിക്ക് വെള്ളം ചിരകാൻ മടിയായതുകൊണ്ട് പഞ്ചസാര ഇട്ടിട്ട് എല്ലാം മടക്കി വെച്ചു. അപ്പോഴാണ് ഓർത്തത് ആവിക്ക് വെക്കാൻ തട്ടില്ല, ആവിപാത്രമില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ ഒരു പാനുണ്ട്, അതിൻ്റെ അകത്ത് അപ്പുറം ഇപ്പുറം മാറ്റി മാറ്റി ഇല വെച്ച് ചുട്ടെടുക്കാമെന്ന് വെച്ചു. ആവിയിൽ ചുട്ടെടുക്കുന്നതിന് പകരം പാനിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ പാനിൽ എങ്ങനെയാവും അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ആവിക്ക് വെക്കാണ്ട് പാനിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് നോക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മൂക്കുള്ള അരച്ച് വെച്ച സാധനം ദോശ ചുട്ടെടുക്കാമെന്ന് വെച്ചു. നെയ്യ് പുരട്ടി അതിൻ്റെ അകത്ത് ഇത് കുറച്ച് തടവി കൊടുത്തത് മറിച്ചിടാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. മോള് തിന്നുമോയെന്നും അറിയില്ല, എന്നാലും എല്ലാം ഒരു പരീക്ഷണമാണ്. വെറൈറ്റി ആക്കാമെന്ന് വെച്ച്. കാരണം ബാക്കിയെല്ലാം തിന്നിട്ട് ഒക്കെ മടുത്തെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ മുകളിലും നന്നായിട്ട് നെയ്യ് പുരട്ടി കൊടുത്ത് അത് തിരിച്ചിടാൻ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ എല്ലാം എടുത്ത് മറിച്ചിട്ട് എങ്ങനെയൊക്കെയോ അത് മറിച്ചിട്ട് വെക്കി. അങ്ങനെ ഇലയട തിരിച്ചും മറിച്ചും കുറേ പ്രാവശ്യം ചെറിയ തീയിലാക്കിയിട്ട് എടുത്തു. അങ്ങനെ എല്ലാ ഇലയടയും ആക്കി എടുത്തു. മോളെ ഫുഡും റെഡിയായി. അത് പ്ലേറ്റിലാക്കി അത് അവൾക്ക് കൊടുത്തു. അപ്പോൾ മോളെ ഫുഡ് അമ്മമ്മ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ദോശ എന്നോ പാൻ കേക്ക് എന്നൊന്നും പറയാനാവില്ല, എന്നാലും അതേപോലത്തെ ഒരു സാധനം. അങ്ങനെ അവസാനത്തെ മോളെ ബാറ്ററും എല്ലാം ആക്കി മോളെ ദോശ അങ്ങനെ സെറ്റാക്കി. അപ്പം ഞാൻ ആക്കിയ സാധനം വെന്തിനോന്ന് എനിക്കറിയില്ല, ഇലയട. അപ്പം ഞാനത് വെന്തിനോന്നത് പരീക്ഷിച്ച് നോക്കലാന്ന്. ഭയങ്കര ചൂടാണ്. ചെറിയൊരു കഷ്ണം എടുത്തിട്ട് തിന്നിട്ട് നോക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും ആവിക്ക് വെക്കുന്നതിൻ്റെ അത്ര ആയിട്ടില്ല, എന്നാൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.